Good morning all. In previous class we had seen regarding the types of medication orders or prescriptions. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഡ്രഗ് ഓർഡർ ഓർ പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫുൾ നെയിം ഓഫ് ദ ക്ലയൻറ്റ്, പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം, ഡേറ്റ് ആൻഡ് ടൈം ദ ഓർഡർ ഈസ് റിട്ടൺ, ഓർഡർ എഴുതിയ ടൈമും ഡേറ്റും, നെയിം ഓഫ് ദ ഡ്രഗ് ടു ബി അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട മെഡിസിൻ്റെ പേര് വേണം, ഡോസേജ് ഓഫ് ദ ഡ്രഗ് വേണം, ഫ്രീക്വൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേണം, റൂട്ട് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ റിട്ടേൺ ദ ഓർഡർ. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഡ്രഗ് ഓർഡർ ഓർ പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്തതായി നമുക്ക് സേഫ്റ്റി ഇൻ അഡ്മിനിസ്റ്റർ മെഡിസിൻ കൊടുക്കുമ്പോൾ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് 5 സ്റ്റേജസ് ആണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ആദ്യത്തേത് ഓർഡറിങ് ആൻഡ് പ്രിസ്ക്രൈബിങ്, മെഡിസിൻ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. സെക്കൻഡ് വൺ ഈസ് ട്രാൻസ്ക്രൈബിങ് ആൻഡ് വെരിഫൈങ്, അത് വെരിഫൈ ചെയ്യുന്ന സമയം. തേർഡ് വൺ ഈസ് ഡിസ്പെൻസിങ് ആൻഡ് ഡെലിവറി, നമ്മളത് എടുക്കുന്ന സമയം. ഫോർത്ത് വൺ ഈസ് അഡ്മിനിസ്ട്രിങ്, കൊടുക്കുന്ന സമയം. ഫിഫ്ത്ത് വൺ ഈസ് മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിങ്, മോണിറ്റർ ചെയ്യുന്ന സമയം, റിപ്പോർട്ട് ചെയ്യുന്ന സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5 സ്റ്റേജസ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഓർഡറിങ് ആൻഡ് പ്രിസ്ക്രൈബിങ്, ട്രാൻസ്ക്രൈബിങ് ആൻഡ് വെരിഫൈയിങ്, ഡിസ്പെൻസിങ് ആൻഡ് ഡെലിവറിങ്, അഡ്മിനിസ്റ്ററിങ്, മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിങ്. അടുത്തതായി സ്റ്റെപ്സ് ടു എൻഷുർ ദ സേഫ്റ്റി ഇൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, മെഡിസിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി മെയിൻലി 3 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രിസ്ക്രൈബിങ്, സെക്കൻഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ, തേർഡ് വൺ ഈസ് മോണിറ്ററിങ്. ഇതാണ് ഡിസ്ക്രീറ്റ് സ്റ്റെപ്സ് ഇൻ മെഡിസിൻ അഡ്മിനിസ്ട്രേഷന് ഉള്ളത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പ്രിസ്ക്രൈബിങ് എന്ന് വെച്ചാൽ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻ ഫോർ എ ഗിവൺ ക്ലിനിക്കൽ സിറ്റുവേഷൻ. അപ്പം ക്ലയൻറ്റിൻ്റെ അസുഖത്തിനനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിസിൻ സെലക്ട് ചെയ്യുന്നു. ഫാക്ടേഴ്സ്, അലർജീസൊക്കെ നമ്മൾ നോക്കുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റൂട്ട്, ഡോസ്, ടൈം, റെജിമെൻ നോക്കുന്നു. കമ്മ്യൂണിക്കേറ്റിംഗ് ദ പ്ലാൻ വിത്ത് ഹൂ എവർ വിൽ അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ, അപ്പോൾ എഴുതുന്ന ആൾ കൊടുക്കുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദിസ് കമ്മ്യൂണിക്കേഷൻ മേ ബി റിട്ടൺ, വെർബൽ ഓർ ബോത്ത്. റിട്ടൺ, വെർബൽ അല്ലെങ്കിൽ ബോത്ത്, നമുക്ക് 2 രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ മെയിൻലി നമ്മൾ മെഡിസിൻ റെഡി ടു യൂസ് ഫോമിലോട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതായത് ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു. ദെൻ പ്രിപ്പയറിങ് ഇൻ കറക്റ്റ് വേയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ചെക്കിംഗ് ഫോർ അലർജീസ് നമ്മൾ നോക്കുന്നു. ദെൻ ഗിവിങ് ദ റൈറ്റ് മെഡിക്കേഷൻ ടു ദ റൈറ്റ് ക്ലയൻറ്റ്, പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ഡോസ് ആണോ നോക്കുന്നു, റൈറ്റ് റൂട്ട് ആണോ നോക്കുന്നു, റൈറ്റ് ടൈം ആണോ നോക്കുന്നു, അത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് മോണിറ്ററിങ് എന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞ് ഒബ്സർവിങ് ദ പേഷ്യൻറ്റ് ടു ഡിറ്റർമൈൻ വെദർ ദ മെഡിക്കേഷൻ ഈസ് ആക്ടിങ് പ്രോംപ്റ്റ്ലി, നമ്മൾ കൊടുത്ത മരുന്ന് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നു നോക്കുന്നു. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് എന്തെങ്കിലും ഹാം ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുന്നു. അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്സ് ടു എൻഷുർ ദ സേഫ്റ്റി ഇൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന് വരുന്നത്. പ്രധാനമായിട്ടും പ്രിസ്ക്രൈബിങ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മോണിറ്ററിങ്. അടുത്തതായിട്ട് സേഫ്റ്റി മെഷേഴ്സ് ഇൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ സേഫ്റ്റി മെഷേഴ്സ്. നഴ്സസ് ഷുഡ് ഫോളോ ദ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും 10 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും എഴുതേണ്ടത് റൈറ്റ്സ് ആണ്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് ഷുഡ് ഫോളോ ദ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സേഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം എപ്പോഴും. അപ്പോൾ സേഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടി നമ്മൾ എപ്പോഴും 10 റൈറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലയൻറ്റ്, റൈറ്റ് ഡോസ്, റൈറ്റ് ഡ്രഗ്, റൈറ്റ് റൂട്ട്, റൈറ്റ് ടൈം, റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ, റൈറ്റ് അസസ്മെൻറ്റ്, റൈറ്റ് എഡ്യൂക്കേഷൻ, റൈറ്റ് ഇവാലുവേഷൻ ആൻഡ് റൈറ്റ് ടു റെഫ്യൂസ് ദ മെഡിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻസ്. അപ്പോൾ റൂൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻസ് ഓർ 10 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻസ് എന്ന് ചോദിച്ചാലും ആൻസേഴ്സ് സെയിം ആണ്. റൈറ്റ് ക്ലയൻറ്റ്, റൈറ്റ് ഡ്രഗ്, റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട്, റൈറ്റ് ടൈം, റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ, റൈറ്റ് അസസ്മെൻറ്റ്, റൈറ്റ് എഡ്യൂക്കേഷൻ, റൈറ്റ് ഇവാലുവേഷൻ ആൻഡ് റൈറ്റ് ടു റെഫ്യൂസ് മെഡിക്കേഷൻ. റൈറ്റ് ടു റെഫ്യൂസ് പേഷ്യൻറ്റിൻ്റെ റൈറ്റ് ആണ്. അതായത് നമ്മൾ മരുന്ന് കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, പേഷ്യൻറ്റ് മരുന്ന് കഴിക്കാൻ റെഡി അല്ലെങ്കിൽ പേഷ്യൻറ്റിനുണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക.
പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് മരുന്നെടുക്കാൻ റെഡിയല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ടു റെഫ്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സേഫ്റ്റി മെഷേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്